ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു കണ്ടൻറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സൺഡേ കാരണം റിലേറ്റീവ്സും എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലല്ല കേട്ടോ, വലിയച്ഛൻ്റെ വീട്ടിലാണ്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണുള്ളത്. അപ്പോൾ എല്ലാവരും കൂടിയപ്പോൾ എല്ലാവരും കൂടി അങ്ങ് ചിക്കൻ വറുക്കാനും ചിക്കൻ കൂട്ടാൻ വെക്കാനൊക്കെ ഉള്ള പരിപാടീസാണ്. ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി വീട്ടിലുള്ള അമ്മമാർക്ക് ഇന്ന് റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇളക്കുന്നു, ഓരോരുത്തർ പൊരിക്കുന്നു, ഓരോരുത്തർ സൈഡിൽ നിന്ന് തിന്നുന്നു. അങ്ങനെ ഓരോ പരിപാടീസായിട്ട് അങ്ങനെ നമ്മൾ കിച്ചണിലെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കിച്ചൺ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ പാടത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ പാടത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാടത്തിപ്പോൾ വെള്ളമുള്ള കാരണം നല്ല രസമാണ് കേട്ടോ പാടം കാണാൻ വേണ്ടിയിട്ട്. വെള്ളവും പച്ചപ്പൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് തിരിച്ച് വന്നുമ്പോഴേക്കും 1 മണി ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വലിയവരൊന്നും കൂടിയില്ല കേട്ടോ. അവർ പിന്നെ എടുത്തു വീഡിയോ എടുക്കാനൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫാമിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കണ്ടില്ല, മരത്തുമ്പോൾ ഫുള്ള് വരും സിനിമയിലൊക്കെ ആയിട്ട് ഇങ്ങനത്തെ വേരുള്ള മരങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തരത്തിലുള്ള താറാവുകളാണ് കേട്ടുള്ളത്. പല തരത്തിൽ റേറ്റുള്ള താറാവുകൾ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ കാണാനായിട്ടൊന്നും പോകാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മീനുകളും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ താറാവിനെ ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പേടിച്ചിട്ടിരിക്കുകയാണ്. അവർക്കും പേടി, ഞങ്ങൾക്കും പേടി. പിന്നെ ദേ ഈ കോഴിച്ചാട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരാളിങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസം, നല്ല സുന്ദരിയാണ് കേട്ടോ ആ താറാവ്. പിന്നെ ഈ താറാവിൻ്റെയൊക്കെ പ്രത്യേകം വെച്ചാൽ ഇവരുടെ തലയുടെ മുകളിലൊരു ഉണ്ടുണ്ട്. അതിനനുസരിച്ച് ഓരോ ജോഡിക്ക് ഓരോ വിലയാണ് കേട്ടോ. പിന്നെ ഇവരുടെ വീട്ടിലും ഓറഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫാമിൽ തന്നെ പുളി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നല്ല ഓറഞ്ചായിരുന്നു. ഇത് മറ്റേ ഗിനിപ്പന്നീനെ വളർത്തുന്നുണ്ട് അവർ. ഇതൊക്കെ വിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ പലതരം ചെമ്മീൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തരുടെ ഫോണിൽ വീഡിയോ എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെയായിട്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ കുറേ തരം ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ഇതാക്കി മാറ്റുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ആൾക്കാരേക്ക് ഇത് എത്തുമോ എന്ന് എനിക്ക് തോന്നി. അതിനുശേഷം നമ്മൾ ബീച്ചിലേക്ക് പോയി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പെരിയമ്പലം ബീച്ചിൽ പോയി. പക്ഷേ ബീച്ചിൽ പോയ സമയത്ത് കടൽ ഭയങ്കര ഇതായിട്ടുള്ള സമയം കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ലാതെ ഇറങ്ങി കളിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഈ കാണുന്നത് നമ്മുടെ രാമച്ചത്തിൻ്റെ കൃഷിയാണ് കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ പാലപ്പെട്ടി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് കേട്ടോ ഈ രാമച്ച കൃഷി ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. അത് നമ്മുടെ നാട്ടിലാണ് കേട്ടോ. അതറിയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല അട്ടിപ്പൊളി ഉപ്പിലിട്ട മാങ്ങ കഴിച്ചു കേട്ടോ. ഇത് കുറേ ഷോർട്ട് വീഡിയോസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു, കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ മഴ പെയ്യാറായപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ.